പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം എന്താണ് സന്തോഷം എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ഇടയായല്ലോ. തുടർന്ന് സന്തോഷത്തിൽ അടങ്ങിയിരിക്കുന്നതായ ഒരു കാര്യമാണല്ലോ ചിരി എന്നത്. ചിരിക്കുവാനും ചിന്തിക്കുവാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ചിരി കൊണ്ട് ശത്രുവിനെ മിത്രമാക്കുവാൻ എളുപ്പം സാധിക്കും. അതേപോലെ ഒരു ചിരി കൊണ്ട് പലരെയും ശത്രുക്കളാക്കുവാനായിട്ടും കഴിയും എന്നതും ഒരു സത്യമാണ്. ഒരിക്കൽ പോലും ചിരിക്കാതെ ഈ ലോകം വിട്ടുപോയവര് ആരും തന്നെ ഭൂമിയിൽ ഉണ്ടായിരിക്കത്തില്ല. മാനവ ജീവിതത്തില് ചിരി ശാരീരിക വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിയ പുഞ്ചിരി മുതൽ വലിയ പൊട്ടിച്ചിരി വരെ 6 തരം ഹാസ്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇവ ഓരോന്നും ഔചിത്യമനുസരിച്ച് പ്രയോഗിക്കണമെന്ന് മാത്രം. അതല്ല എങ്കിൽ ചിലപ്പോൾ ഗുണത്തേക്കാൾ ഉപരി ദോഷം ചെയ്യുവാനായിട്ടും സാധ്യതയുണ്ട്. ചിരി വികാരത്തിന്റെ ഒരു ബഹിർസ്ഫുരണമാണ്, അഥവാ മറവി കഴിഞ്ഞ കാല ജീവിതത്തിലെ ഒരു പരിചയാണെങ്കിൽ ആശ ഭാവി അഭിമുഖീകരിക്കാനുള്ള ഒരു സഹായിയാണ്. എന്നാൽ ചിരിയോ ഇന്നത്തെ കറുത്ത പാതയിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ പോകുവാനായിട്ട് നമുക്ക് ഉത്തേജനം നൽകുന്ന ഒരു ദീപമായിട്ടാണ് ചിരിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പല പ്രകാരത്തിലും പ്രയോഗിക്കാവുന്ന ഒരു ആയുധം കൂടിയാണ് ചിരി എന്നത്. ചിരിക്കാൻ എളുപ്പമാണെങ്കിലും എന്തിന് ചിരിക്കുന്നു എന്ന് വിവരിക്കുക പലപ്പോഴും വിഷമമാണ്. മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ വ്യാഖ്യാതാക്കൾ പലപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത്, അവരുടെ അഭിപ്രായത്തിൽ ചിരി വികാരത്തിന്റെ ബഹിസ്ഫുരണമാണ് എന്നാണ്. എനിക്ക് കരയുവാൻ കഴിയാത്തതിനാൽ ഞാൻ ചിരിക്കുന്നു എന്ന് റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ക്രൂഷ്ചേവ് ഒരിക്കൽ പറയുകയുണ്ടായി. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ചിരിക്കുമ്പോൾ നാം സന്തുഷ്ടരാണ്. അസുഖങ്ങൾക്ക് ത്വരിതഗതിയിൽ ശമനമുണ്ടാക്കാനുള്ള കഴിവ് ചിരിക്കുണ്ട് എന്നുള്ളതാണ്. അവശരായി കട്ടിലിൽ അഭയം തേടിയ കുട്ടികൾക്ക് പോലും സർക്കസ് വിദ്യകളും അതേപോലെ ചില തമാശകളും കണ്ട് ചിരിച്ച് രോഗവിമുക്തി ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. ഡോക്ടർ ജെയിംസ് ഹർഷിന്റെ ഗവേഷണം അനുസരിച്ച് കുഞ്ഞുങ്ങളിൽ ചിരി ഉൽപ്പാദിപ്പിക്കുവാനുള്ള പല അവയവങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരു കുഞ്ഞിന്റെ താടിയിലോ കാലിലോ സ്പർശിക്കാത്ത താമസം ആ കുഞ്ഞ് ചിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. മടിയിൽ കിടന്ന് വേണ്ടുവോളം മുല കുടിച്ച് മുല വിടുമ്പോൾ കുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന തൃപ്തി നിറഞ്ഞതായ ഭാവം അത് ചിരിയാണ് എന്നുള്ളതാണ്. മുല വലിച്ചു കുടിച്ച് ക്ഷീണിച്ച ചുണ്ടിന്റെ മാംസപേശികൾ ഒന്നഴയുമ്പോഴാണ് കുട്ടികൾ ചിരിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 3 ആഴ്ച കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളിൽ പുഞ്ചിരി ഉണ്ടാകുന്നു. 3 മാസത്തിന്റെ അവസാനത്തോടുകൂടെ ആദ്യ ചിരിയും അവരിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് ഉള്ളതായ ഒരു പ്രത്യേക വികാരമാണ് ചിരി എന്നുള്ളത്. എന്നാൽ എല്ലാവർക്കും ചിരിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? പലപ്പോഴും ദുഃഖം പേറി ഒന്ന് ചിരിക്കുവാൻ കഴിയാതെ രോഗം, പ്രതികൂലം, അതേപോലെയുള്ളതായ അനുഭവങ്ങൾ, പീഡകൾ തുടങ്ങി ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെയാണ് നമുക്കിന്ന് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നു, പണം പരാജയപ്പെടുന്നു. ഇവിടെയാണ് ദൈവത്തിലുള്ളതായ ആശ്രയം. മനുഷ്യന് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകേണ്ടതിനു വേണ്ടിയാണ് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ രോഗം, ദുഃഖം, പീഡകൾ മുഴുവൻ ക്രൂശിലേറ്റി
അഥവാ സർവശക്തനായ ദൈവം മനുഷ്യന് സന്തോഷവും സമാധാനവും ആനന്ദവും നൽകേണ്ടതിന് വേണ്ടിയാണ് താന് ക്രൂശിൽ യാഗമായി തീർന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അരുമനാഥന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്ന ഏതൊരു വ്യക്തിക്കും സന്തോഷത്തിന്റെ ആ ചിരി ഉണർത്തുവാനായിട്ട് കഴിയും എന്നുള്ളതിന് സംശയമില്ല. ആ ദൈവാകരങ്ങളിൽ ഫലമേൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മനതാരിലറിവിന്റെ ചിരി തൂകി എന്നിൽ അണയണമേ സ്നേഹനാഥ. മനതാരിലറിവിന്റെ ചിരി തൂകി എന്നിൽ അണയണമേ സ്നേഹനാഥ. മനുജന്റെ പാപങ്ങളെല്ലാം അകറ്റിയ കർത്താവാം ശ്രീയേശുനാഥ. മനുജന്റെ പാപങ്ങളെല്ലാം അകറ്റിയ കർത്താവാം ശ്രീയേശുനാഥ. മനതാരിലറിവിന്റെ ചിരി തൂകി എന്നിൽ അണയണമേ സ്നേഹനാഥ. അർപ്പിക്കാമെന്നേ നിനക്കായി ഈ യാഗബലിവേദിയിൽ ഒരു മെഴുതിരിയായി അണയാതെ കാക്കണേ എന്നിലെ വിശ്വാസമെന്നും. അർപ്പിക്കാമെന്നേ നിനക്കായി ഈ യാഗബലിവേദിയിൽ ഒരു മെഴുതിരിയായി അണയാതെ കാക്കണേ എന്നിലെ വിശ്വാസമെന്നും. കർത്താവേ, നീ എന്നിലില്ലെങ്കിലെന്നുടെ ജീവിതം നശ്വരമെന്നും. കർത്താവേ, നീ എന്നിലില്ലെങ്കിലെന്നുടെ ജീവിതം നശ്വരമെന്നും.